പാലിയേക്കര ടോൾ സമാന്തര പാതയായ പുലക്കാട്ടുകര കല്ലൂർ മടൻ റോഡിൽ നാട്ടുകാർ ഭാരവാഹനങ്ങൾ തടഞ്ഞ് വഴിതിരിച്ചുവിട്ടു. വലിയ ഭാരവാഹനങ്ങൾക്ക് നിരോധനമുള്ള റോഡാണ് പുലക്കാട്ടുകര മടൻ റോഡ്. എന്നാൽ നിരോധനം അവഗണിച്ച് നിരന്തരം വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കടന്നുപോയതോടെ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു തുടങ്ങി. റോഡിന് താഴെ സ്ഥാപിച്ചിട്ടുള്ള പ്രദേശത്തേക്കുള്ള കുടിവെള്ള ജലസേചന പൈപ്പുകൾക്കും വലിയ ഭാരവാഹനങ്ങൾ ഭീഷണിയായതോടെയാണ് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞത്. പഞ്ചായത്ത് റോഡായതിനാൽ മരാമത്ത് നിലവാരത്തിലും താഴെയുള്ള നിർമ്മാണമാണ് റോഡിന്റേത്. അതിനാൽ 10 ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങളെ താങ്ങാൻ ഈ റോഡിന് ശേഷിയില്ല. മടം വഴിയിലും പുലക്കാട്ടുകര വഴിയിലും വലിയ ഭാരവാഹനങ്ങൾ കടന്നു പോകരുതെന്ന ബോർഡ് സ്ഥാപിച്ചുവെങ്കിലും സാമൂഹ്യ വിരുദ്ധർ ബോർഡ് പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. ടോൾ ഒഴിവാക്കി വരുന്ന ഭാരവാഹനങ്ങൾ അടക്കം ഇതുവഴി നിരന്തരം എത്തിയതോടെ വഴി തകർന്നു തുടങ്ങി. റോഡിനടിയിലെ കുടിവെള്ള പൈപ്പ് പൊട്ടാനുള്ള സാധ്യതയുണ്ടെന്നും വേനൽക്കാലത്ത് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനുള്ള സ്ഥിതി ഉണ്ടാകുമെന്നും തൃക്കൂർ പഞ്ചായത്ത് അംഗം അനൂപ് അനൂക്കാടൻ പറഞ്ഞു. ഈ റോഡ് വീതി കൂട്ടി ചെയ്യുന്നതായിട്ടുള്ള ചർച്ച തുടക്കത്തിലേ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെയുള്ളവർ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ് വലിയ വാഹനങ്ങൾ ഇതിൽ വിടാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇതിൽ വരാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പെട്രോൾ വണ്ടികൾ, ഗ്യാസ് വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികൾ ഇതിലെ പോയാൽ വളരെയധികം അപകടമുണ്ടാകും. നമ്മൾ കേവലം ഒരു പഞ്ചായത്ത് റോഡിൻ്റെ ഇതിലാണ് ചെയ്തിരുന്നത്. 2 സെൻറ്റിമീറ്റർ കനത്തിലാണ് ഈ റോഡുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് ജീവിക്കാനും ബുദ്ധിമുട്ടാകും, റോഡുകളും പെട്ടെന്ന് നാശമാകും. നമുക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടായതുകൊണ്ട് എപ്പോഴും മെയിൻ്റെനൻസിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുടിവെള്ള പദ്ധതികളുണ്ട്. പാലക്കപ്പറമ്പ്, കരുവാക്കുന്ന് എന്നീ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് കൃഷിയുടെ ആവശ്യത്തിന് പോകുന്നത് നമ്മുടെ മണലിപ്പുഴയിൽ നിന്നുള്ള വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. റോഡ് പൊതുമരാമത്ത് ഏറ്റെടുത്ത് നവീകരിച്ചാൽ മാത്രമാണ് ഉയർന്ന ശേഷിയുള്ള ഭാരവാഹനങ്ങൾക്ക് കടന്നു പോകുന്ന പാതയാവുകയുള്ളൂ. വർഷങ്ങളോളമുള്ള കാത്തിരിപ്പിനൊടുവിലാണ് പുലക്കാട്ടുകര മടം ഷട്ടർ റോഡ് 1 വർഷം മുൻപ് പൂർത്തീകരിച്ചത്. വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത് റോഡിന്റെ നാശത്തിലേക്ക് എത്തിക്കുന്നതാണ് നാട്ടുകാരെ ചൊടിപ്പിക്കുന്നത്. ഇനി റോഡ് തകർന്നാൽ ഏതാനും വർഷത്തേക്കെങ്കിലും വലിയ തുക അനുവദിപ്പിച്ച് പുനർനിർമ്മാണം നടക്കില്ലെന്ന് ഇവർ പറയുന്നു. മണലിപ്പുഴയ്ക്ക് കുറുകെ നെന്മണിക്കര, തൃക്കൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലക്കാട്ടുകര പാലം യാഥാർത്ഥ്യമായതോടെയാണ് ഇതുവഴി വലിയ വാഹനങ്ങൾ ഓടിത്തുടങ്ങാനായത്. പാലം ഭാരം താങ്ങാവുന്ന മികച്ച രീതിയിലുള്ള നിർമ്മാണമായിരുന്നുവെങ്കിലും കല്ലൂർ ഭാഗത്തേക്കുള്ള റോഡ് പഞ്ചായത്ത് റോഡായതിനാലാണ് പ്രതിസന്ധിക്ക് കാരണമായത്. വരും ദിവസങ്ങളിലും വലിയ ഭാരവാഹനങ്ങൾ തടഞ്ഞ് തിരിച്ചയക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു.